എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മയും ഒരു മണവുമുണ്ട്. കാരണം അത് സുഗന്ധവാഹിയായ ഒരു നന്മയാണ്. കാരണം ഒരു കാലത്ത് നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ഒരു വട്ടയില കൂടി 1, 2, 3 വട്ടയില കൂടി പറിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ വട്ടയില പറിച്ച് പോക്കറ്റ് വയ്ക്കും. അത് എന്തിനാന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് സ്കൂളിൽ നമ്മുടെ ഒരു പ്രതീക്ഷയാണത്, ഉപ്പുമാവ് വിളമ്പും. അപ്പോൾ ഇന്ന് നമ്മൾ എത്ര പേർക്ക് ഈ ഉപ്പുമാവെന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ കടയിൽ ഒരു ഹോട്ടലിൽ പോയി കഴിക്കുന്ന ഉപ്പുമാവിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ചിന്ത വരുന്നത്. പക്ഷേ ഈ ഉപ്പുമാവ് അതല്ല. എല്ലാ പ്രൈമറി സ്കൂളുകളിലും അന്നത്തെ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 10-30 വർഷം 40 വർഷം മുമ്പ് വരെ, ഏകദേശം 40 വർഷം 4 പതിറ്റാണ്ട് മുമ്പ് വരെ അങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാ സ്കൂളിലും, പ്രത്യേകിച്ച് പ്രൈമറി സ്കൂളിൽ ഉപ്പുമാവ് ഉച്ചയ്ക്ക് ബെല്ലടിച്ച് സ്കൂൾ വിട്ടാൽ ഉപ്പുമാവ് സ്കൂളിൽ തന്നെ തയ്യാറാക്കി അത് കുട്ടികൾക്ക് കൃത്യമായി അത് വിതരണം ചെയ്യുക എന്നുള്ളത് അധ്യാപകരുടെയും അതുപോലെ തന്നെ അതിനോട് ചേർന്ന അനധ്യാപകരുടെയൊക്കെ ഒരു ചുമതലയായിരുന്നു. ഇതിനൊരു മണമുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ ഉപ്പുമാവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ കാര്യത്തിൽ നമ്മളുടെ അമേരിക്കയുടെ ഒരു ജീവകാരുണ്യ നന്മയായിരുന്നു അത്. കാരണം അന്ന് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഈ അരിക്ക് വലിയ ക്ഷാമം ഉണ്ടായിരുന്നതുകൊണ്ട് ദാരിദ്ര്യം നിലനിന്നിരുന്നു. അതൊരു സത്യമാണ്. ഇപ്പം നമുക്ക് ഈ ബംഗാൾ ക്ഷാമമൊക്കെ നമ്മളുടെ ഓർമ്മയിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് നമുക്കത് അന്നൊരാവശ്യമായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഈ ഭക്ഷണ സാധനങ്ങളും കയറ്റി വരുന്ന കപ്പലുകൾ നങ്കൂരമിടുന്നത് കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നുള്ളതൊരു ചൊല്ലാണ്. നമ്മൾ മലയാളി എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഇത് സത്യമാണ്. ഇത് കെയർ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ നുറുക്ക് ഗോതമ്പും അതുപോലെ തന്നെ സോയാബീൻ അടക്കമുള്ള ഈ എണ്ണക്കുരുക്കളിൽ നിന്നുള്ള എണ്ണയുമാണത്. അത് വളരെ സ്വാദിഷ്ടമാണ്, മാത്രമല്ല പോഷക സമ്പുഷ്ടവുമാണ്. ഇത് നന്നായി വേവിച്ചിട്ട് ഈ എണ്ണയൂടെ ചേർത്താണത്. അതിനകത്തിൽ ചില സ്കൂളുകളിലൊക്കെ PTA സഹകരണത്തോടുകൂടി ഈ നാളികേരമൊക്കെ സംഘടിപ്പിച്ചിട്ട് അതുകൂടെ അതിൻ്റെ കൂടെ ചേർക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് കുറച്ചുകൂടെ സ്വാദ് കൂടും. അതിനൊരു പ്രത്യേക സ്വാദുണ്ടായിരുന്നു ഇതൊന്നും ചേർത്തില്ലെങ്കിലും. ഇത് ഉച്ചയാവുമ്പോൾ നമ്മളിങ്ങനെ സ്കൂളിൻ്റെ വരാന്തയിൽ നിരന്ന് നിൽക്കും. 2 അധ്യാപകർ തവിയുമായിട്ട് നിന്ന് ഇതിങ്ങനെ അപ്പോൾ നമ്മൾ ഈ ഉപ്പുമാവിന് വേണ്ടി ഈ വട്ടയില ഇങ്ങനെ നൂത്ത് കാണിച്ചു കൊടുക്കും. അതിലേക്ക് നല്ല ചൂട് ആവി പാറുന്ന ഉപ്പുമാവാണ് ഇടുന്നത്. അപ്പോൾ 2-3 ഇലയിലേക്കാണ് ഇത് വീഴുന്നത്. ഈ ഉപ്പുമാവ് വിളമ്പുന്ന ഉപ്പുമാവിൻ്റെ ഒരു മണമുണ്ട്, ഈ എണ്ണയുടെയും ഈ നുറുക്ക് ഗോതമ്പിൻ്റെയും അത് വെന്ത് ചേർന്നതിൻ്റെയുമായ ഒരു വളരെ ഹൃദയഹാരിയായ ഒരു ഗന്ധമാണ്. അത് ഈ വട്ടയിലയിലേക്ക് വീഴുമ്പോൾ അതിൻ്റെ ഹരിതകം കൂടി ഇതിനോട് ചേരുകയാണ്. അപ്പോൾ പച്ച വട്ടയിലയിലേക്ക് ഈ ചൂട് ആവി പാറുന്ന ഈ ഉപ്പുമാവ് കൂടെ വീഴുമ്പോൾ അതിനൊരു പ്രത്യേക മണമായി അത് രൂപാന്തരപ്പെടുകയാണ്. ഇപ്പോഴും ഞാൻ ഓർത്തെടുക്കുകയാണ് ആ മണം. അത് ഇപ്പോഴും മനസ്സിൽ നിന്ന് മായാത്ത, നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു മണമാണത്. മാത്രമല്ല അന്ന് മിക്കവാറും എല്ലാ കുട്ടികളും അത് കഴിക്കുമായിരുന്നു. അവിടെ അത് കഴിക്കുന്ന ഒരു അപകർഷതാബോധമോ അതൊരു എന്തോ ഒരു ഇല്ലായ്മയുടെ ബാക്കിയാണ്, ഒന്നുള്ള വിചാരമില്ല. ഞാനൊക്കെ ഇതിന് ഒരല്പം കിട്ടാൻ വേണ്ടി ഊഴം കാത്തു നിന്നത് വാങ്ങിക്കൊണ്ടു. കാരണം അന്ന് അതൊരു എന്തോ സ്വാദിഷ്ടമായ ഒരു വിഭവമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഏതാണ്ട് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ഏതാണ്ട് അന്ന് പട്ടിണി വല്ലാതെ കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലമാണ്. ഈ മിക്കവാറും രാവിലെ വരുമ്പോൾ നമ്മുടെ മിക്കവാറും വീടുകളിൽ ഈ കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയുമായിരിക്കും പ്രധാനപ്പെട്ട നമ്മുടെ രാവിലത്തെ പ്രഭാത ഭക്ഷണം. അത് കഴിച്ചിട്ടാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഈ ഉപ്പുമാവ് കഴിച്ച് ONV സാറിൻ്റെ കവിത ഓർത്തെടുത്താൽ, തൊടിയിലെ കിണർവെള്ളം കോരി കുടിച്ചെന്തു മധുരമെന്നൂതുവാൻ മോഹം എന്ന് പറഞ്ഞ പോലെ ഈ ഉപ്പുമാവും കഴിച്ചിട്ട് സ്കൂൾ വളപ്പിലെ കിണറ്റിൽ നിന്ന് വെള്ളം വേറൊരാൾ കോരിത്തരും. നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചരും. നമ്മൾ അതുകൂടെ കുടിച്ചു കഴിഞ്ഞാൽ അതാണ് ഉച്ചഭക്ഷണം. അങ്ങനെ പഠിച്ച ഒരുപാട് പേരുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ ഒരു 50 കുട്ടികളുള്ളതിൽ ഒരു 20 പേരെങ്കിലും ഈ ഉപ്പുമാവും സ്കൂൾ വളപ്പിലെ കിണറിലെ പച്ചവെള്ളവും കുടിച്ച് ഉച്ചഭക്ഷണമായി അത് കഴിച്ച് വിശപ്പാറ്റിയ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇന്ന് അങ്ങനെ ഉപ്പുമാവ് കൊടുത്താൽ എത്ര പേര് കഴിക്കാൻ വരും? ഇന്നിപ്പോൾ മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഹൈസ്കൂളുകളിലടക്കം ഇന്ന് ശരിക്കും ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമാണുള്ളത്. ഉച്ചയ്ക്ക് ഊണ് തന്നെ കൊടുക്കല്ലേ, പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന സ്കൂളുകളുമുണ്ട്. അപ്പോൾ ഇതിനകത്തിലൊക്കെ ഗവൺമെൻറ് കൃത്യമായി പണം കൊടുത്തില്ല എങ്കിൽ പോലും ഗവൺമെൻറ് അതിനെ ഫണ്ട് ചെയ്യുന്നുണ്ട്, അതിനാവശ്യമായ പണം കൊടുക്കുന്നുണ്ട്. ബാക്കി PTA എല്ലാവരും കൂടി സഹകരിച്ച് വളരെ സമർത്ഥമായി
ഭക്ഷണം ഒരുക്കുന്ന ധാരാളം സ്കൂളുകൾ ഇപ്പോഴുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ബാക്കി നിൽക്കുന്നത് ഈ ഉപ്പുമാവും വട്ടയിലയുമാണ്. ഏത് ഒരു ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ അറിയാതെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന 2-3 ചിഹ്നങ്ങളുണ്ട്, 2-3 ബിംബങ്ങളുണ്ട്. അതിലൊന്ന് ഈ ഉപ്പുമാവും വട്ടയിലയുമാണ്. മറ്റൊന്ന് ഈ നമ്മുടെ ഈ ബുക്കും പുസ്തകവും എല്ലാം കൂടി ചേർത്ത് കെട്ടി വയ്ക്കാൻ വേണ്ടി, ചേർത്ത് നിർത്താൻ വേണ്ടി ഒരു റബ്ബർ വാങ്ങും നമ്മൾ കടയിൽ നിന്ന്, ഒരു നാടൻ റബ്ബർ. ഒരു 5 പൈസ കൊടുത്താൽ കിട്ടുന്നതാണ്. വേറൊന്ന് ഈ അന്ന് സ്ലേറ്റ് തുടയ്ക്കാൻ നല്ല വെറ്റപ്പോച്ച എവിടെ കണ്ടാലും അത് നമ്മൾ പറിച്ചെടുക്കും. ഇങ്ങനെ കുറേ സാധനങ്ങൾ, ഈ നമ്മുടെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന കുറേ സാധനങ്ങൾ ഈ സ്കൂൾ ഓരോ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും മനസ്സിലറിയാതെ ഓർമ്മയിലേക്ക് ഓടി വരുന്ന ചില ബിംബങ്ങളും ചില നന്മകളുമാണ്.